ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. മരുന്നുകട അപകടം, നീതി ലഭിക്കുന്നില്ലെന്നാരോപിച്ച് കുടുംബം. ഏപ്രിൽ 17 മരുന്നുകട ബസ് സ്റ്റോപ്പിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച ജോർജിന് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് കുടുംബം രംഗത്ത്. പെരുമ്പടപ്പ് സ്വദേശിയായ ജോർജ് എന്ന സജിയാണ് അപകടത്തിൽ മരിച്ചത്. സജിമോൻ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസുകാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നതായി മരിച്ച ജോർജിന്റെ കുടുംബം ആരോപിക്കുന്നു. അടുത്ത മാസം മകളുടെ വിവാഹം നടക്കാനിരിക്കെയാണ് കുടുംബം ഇത്തരമൊരു പ്രതിസന്ധി നേരിടുന്നത്. ഓട്ടോ വിൽക്കാനായി പോയ സമയത്താണ് അപകടം സംഭവിച്ചതെന്നും വീട്ടുകാർ പറയുന്നു. നിങ്ങളുടെ മകൻ ഇങ്ങനെ 4 വണ്ടി തകർത്തിട്ടുണ്ട്, നിങ്ങളുടെ മകനെ കൊണ്ടുപോകുന്നു പറഞ്ഞുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മകനെ ഞാൻ ഫാത്തിമ പെൺവടക്കി കഴിഞ്ഞ് എന്റെ ഫാത്തിമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇപ്പൊ വന്നേള്ളു. വന്നു കഴിഞ്ഞ് എന്റെ മകൻ എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിരിക്കണ മകൻ സാറേ ഞാൻ പോയി നിങ്ങളുടെ ബസ്സിൽ പിടിക്കണമെന്ന് വെച്ച്. അപ്പൊ ചേച്ചി അത് സോറി എന്നാന്ന് പറഞ്ഞ് വെച്ച് പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോ 2 പോലീസുകാർ വന്നപ്പോ ഞാനത് നമ്മളെ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ വന്നെന്നാ ഓർത്തത്. പക്ഷെ അവര് വന്നിട്ട് എന്താ ചൂടായത്, എന്റെ മോനോട് പറഞ്ഞ് നീ നാടക വീട്ടിൽ താമസിക്കണം, നിങ്ങൾക്കൊരു കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് നമുക്കിത് കൗണ്ടർ കേസായിട്ട് പോകാം, ഈ കേസിനൊന്നും നീ പോണ്ട, നീ കേസിന് പോയാൽ അവർക്ക് പൈസ കൊണ്ട് അവർക്ക് അതുകൊണ്ട് നമുക്ക് അവരിൽ പിടിച്ച് നിൽക്കാൻ പറ്റൂലെന്നാ പറയണം. പക്ഷെ ഞങ്ങളുടെ അപ്പം പോയില്ലേ, എന്റെ മാസം 16-ാം തീയതി കല്യാണം, 16-ാം തീയതി എന്റെ അപ്പന്റെ 30 വരും. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾക്ക് ഈ നിയമത്തിൽ ഇത് കിട്ടാത്തത്. ഞങ്ങളുടെ അപ്പം പോയി ഞങ്ങൾക്ക് പൈസ അവളന്മാരൊക്കെ ഉള്ള ഇപ്പൊ നിയമം. അവന്മാര് 1/2 മണിക്കൂർ പോലും ആ ഡ്രൈവറെ സ്റ്റേഷനിൽ പിടിച്ചു നിൽക്കാതെ ഈ വണ്ടി തന്നെ പൊടിച്ചെന്നും പറഞ്ഞു വന്നാ നിങ്ങളെ പിടിച്ചിട്ട് പോയില്ലേ. എന്താണ് ഇവിടെ കണ്ട് വന്നിട്ട് പോലീസ് ഒരു വണ്ടി പോലീസുകാർ വന്നിട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചു കൂട്ടിയത്. എന്തൊക്കെ അനാവശ്യങ്ങളാണ് ആ പോലീസുകാർ ഞങ്ങളോട് സംസാരിച്ചത്. നമുക്ക് പറ്റില്ല. ഇന്ന് ഞങ്ങൾക്ക് നല്ല ഇനിയൊരു കുടുംബത്തിനും ഇങ്ങനത്തെ ഒരു ഇത് പറ്റിയിരുന്നു. കാരണം ഈ കേൾക്കണം മൊത്തം ഈ ബസ്സുകാരുടെ കംപ്ലൈന്റ് ആണ്. സജിമോൻ ഈ വന്നിട്ട് ഇവന്മാരാ നെളിഞ്ഞ് നാം വണ്ടി ഓടിച്ചിട്ട് നടക്കണത്. ഒരു ഇതുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ കുടുംബത്തിൽ എന്താ ഞങ്ങളുടെ അപ്പം പോയെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ പോലീസുകാരെ കൊണ്ടാണെങ്കിലും പോലീസുകാർ അവരെ കയ്യിലെ കാശ് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്കെതിരാണ് അവര് സംസാരിക്കണത്. എന്റെ മോനോട് ഇപ്പൊ വന്നിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ ഞാൻ അകത്തായിക്കോളാന്ന്. ഒരു മെല്ലിച്ചൊരു പോലീസുകാരും നിഖില്ല ബിബിൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരും പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ. അതുകൊണ്ടിട്ടാണ് ആ കൊച്ചിനെ കൊണ്ടുപോയപ്പോ ഞാൻ പുറകെ പോയത്. ഞാൻ പുറകെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി റോഡിന്റെ നടുക്ക് ഞാൻ കിടന്നു. റോഡിന്റെ നടുക്ക് ആ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് ഞാൻ കിടന്നു. കാരണം എന്റെ അപ്പനെ കൊന്നിട്ട് എന്റെ അപ്പന് നീതി കിട്ടിയിട്ടില്ല. എന്റെ അപ്പന്റെ മരിച്ച ആ ചൂട് ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. കാരണം ഞാൻ 19 വയസ്സിൽ ആ മനുഷ്യൻ കൂടി ഞാൻ ഇറങ്ങി വന്നത്. എന്റെ വീട്ടുകാരും ഉപേക്ഷിച്ചത്. എന്റെ വീട്ടുകാരും ഉണ്ടായിട്ടില്ല, അങ്ങേരുടെ വീട്ടുകാരും ഉണ്ടായിട്ടില്ല. അത്ര അങ്ങേരെ മരിക്കണ ദിവസം വരെ ഞങ്ങളൊന്നും കഷ്ടപ്പാട്ടിൽ തന്നെ ഞങ്ങൾ വളർന്നേക്കണത്. ഒരു സന്തോഷമായ കുടുംബജീവിതം ഞങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതാണ് ഞങ്ങൾ ഒരാൾ സഹായിക്കാതെ ഒരുപാട് തരണം ചെയ്തു വന്നതാണ്. അതിനടക്കണം എന്റെ മക്കളുടെ ഈ കല്യാണത്തിന് ഒരുപാട് ആഗ്രഹിച്ച മനുഷ്യൻ 5 പൈസ ഞങ്ങൾക്ക് ആയിട്ടില്ല. കാരണം ഈ 16-ാം തീയതി ഇത് അതിന്റെ ഓട്ടത്തിലായിരുന്നു ആ മനുഷ്യൻ. അപ്പൊ ഈ ഓട്ടോറിക്ഷ വിൽക്കാനായിട്ട് ആരോ എടുക്കേണ്ട മരുന്നിനും പോയി ആ ഓട്ടോറിക്ഷയുടെ ആളെയും കണ്ട് 10-35 കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കാമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു പോയി 2:35 പോയ മനുഷ്യൻ 3 മണിയായപ്പോ ഇവിടെ ഫോൺ വന്നേക്കണം, ആക്സിഡന്റായി സീരിയസ് ആണെന്നും പറഞ്ഞു വന്നേക്കണം. ഞങ്ങളിത് എങ്ങനെ സഹിക്കും പറ. കാരണം അതിന് മാത്രം ആ മനുഷ്യൻ എനിക്ക് അമ്മ മക്കള് എന്നുള്ളതായിരുന്നത്. എന്റെ കുടുംബത്തിൽ 5-6 പേരുണ്ട്. പേരക്കുട്ടിയും മരുമോളും ഞങ്ങൾ മക്കളും. ആ ഒരു കുടുംബമായിട്ടോ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കെട്ടിയ നാൾ മുതൽ ആ ഒരു കുടുംബത്തോട് മാത്രം ജീവിച്ച മനുഷ്യനാണത്. ഞങ്ങൾ എങ്ങനെ സഹിക്കും? അപ്പൊ അതിനിടയ്ക്ക് ഈ പണക്കാരുടെ കൂടെ മാത്രമുള്ള പണവന്റെ കൂടെ മാത്രമുള്ള നിയമം, സാധാരണക്കാർക്ക് ഇത് നിയമമില്ലേ? ഇതിപ്പോ എനിക്ക് എന്റെ കുടുംബത്തിൽ സംഭവിച്ചു, നാളെ ഒരു പാവപ്പെട്ട എന്റെ കുടുംബത്തിൽ സംഭവിച്ച എന്ത് ചെയ്യും? അത് ഞങ്ങൾക്ക് നീതി വേണം. കാരണം നീതി കിട്ടാതെ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഞങ്ങളുടെ അപ്പന് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഒരു മക്കൾക്കും ഒരു അപ്പനില്ലാതെ ആവരുത്. സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം നടത്താതെ തന്നെ കേസ് ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു. ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങിയതാ പോലീസുകാർ കയറി ഇറങ്ങാൻ. പിറ്റേ ദിവസം തുടങ്ങിയ ഇന്നിപ്പോ ആ കൊന്നവന് വേണ്ടിയിട്ടല്ല, ആ ആരോഗ്യ കല്ലെറിച്ചെന്ന് പറയണ്ട്. കല്ലെറിയും കാരണം എന്താണെന്നറിയോ? അപ്പന അത്ര സ്നേഹമുള്ള മക്കളുണ്ട്. ഒരെണ്ണമല്ല കൊറേ ഉണ്ട്. അവരുടെ വിഷമം കൊണ്ട് തന്നെയാണ് അവര് പോലത്. ഇന്ന് പോലീസുകാർ വന്നിട്ട് ഞാൻ അവിടെ സ്റ്റേഷനിൽ ചെന്നപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു,
സാറേ അവര് ഓവർടേക്ക് ചെയ്ത് വന്നിട്ടല്ലേ ഇടിച്ചെന്ന് ചോദിച്ചപ്പോഴേ നീ ഓവർടേക്ക് ചെയ്യൂലേ, ഞാൻ ബൈക്ക് ഓടിക്കണല്ലേ, ബൈക്കും ബസ്സും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. ബൈക്കും എന്തൊരു വ്യത്യാസമുണ്ട്. അതവര് മനസ്സിലാക്കാനുള്ള. അവരപ്പോഴും ആ ബസ്സുകാരെ ന്യായീകരിച്ച് ബസ്സുകാരുടെ ഇത് താങ്ങിയാ നിക്കണത്. ബസ് എനിക്ക് പൈസ ഉണ്ട്, നമുക്ക് പൈസ ഇല്ല. ഈ ഓട്ടോ ഇല്ലേ, ഈ ഓട്ടോ വിൽക്കാൻ വേണ്ടിട്ട് പോയതാ. പൈസ ഇല്ലാത്ത കാരണം ഈ അപ്പന്റെ ഓട്ടോ വിൽക്കാൻ വേണ്ടി പോയ ടൈമിലാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുക. പൈസ ഇല്ല, കല്യാണം നടത്തണം, ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടിട്ട് പൈസ ഇല്ലാത്ത കാരണം ആ ഓട്ടോ വിൽക്കാൻ വേണ്ടി പോയ ടൈമിലാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അത്രയും പോലും പൈസ ഇല്ല. നമുക്ക് പൈസ ഇല്ലെന്നുള്ള എന്റെ അഹങ്കാരമാണ് അവർക്ക്. നമുക്ക് പൈസ ഇല്ല, നമ്മ പാവങ്ങളാണ്, അതാണ് അവരുടെ അഹങ്കാരം. നമുക്ക് നിയമത്തിലെ വിശ്വാസമൊക്കെ പോയിരുന്നു. നമുക്ക് നിയമത്തിലെ വിശ്വാസമൊക്കെ പോയി. പോലീസുകാരാണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ന്യായനീതി നടത്തി തരുന്ന ആൾക്കാരാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മ ഇനിയിപ്പോ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നിയമത്തിലെ വിശ്വാസം പോയി. പിന്നെ നമ്മ ആരെയും നോക്കണ്ട, എന്താ വിശ്വസിക്കേണ്ടത്? പോലീസ് എപ്പോഴാ വന്നത്? പോലീസ് ഒരു 10:45 10:30 വന്നു. 10:30 വന്നിട്ട് അവിടെ തലകറങ്ങി വേണ്ടില്ലേ, തലകറങ്ങി വേണ്ടി പലത് പറഞ്ഞോണ്ടിരിക്കണ്ടായ അവളെ. തലകറങ്ങി വേണ്ടി എന്താ പറയണ്ടേന്ന് അടുത്ത നടപടി എന്താ സ്വീകരിക്കുന്നു പറഞ്ഞു. നടപടി എന്ത് സ്വീകരിക്കാം? അവര് പറയണേ അപകട മരണമല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപകട മരണമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും സ്റ്റേഷനിൽ ഇരുത്തണ്ടവരാ. അത് പക്ഷെ രാത്രി ജാമ്യം കൊടുത്ത് വിട്ട്. ആദ്യം പക്ഷെ നമ്മ ചോദിച്ചപ്പോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞ പോലീസുകാർ, ഇല്ലടാ അവനെ റിമാൻഡ് ചെയ്ത് അന്തറാക്കി എന്നുള്ള കൂടാ പറഞ്ഞത്. പക്ഷെ പിന്നെ അവര് നമ്മളോട് ഇങ്ങനെ തന്നെ പറയണ്ട്, എന്ത് ചെയ്യാനാണ്, അപകട മരണമല്ലേ. അങ്ങനെ ആ ഒരു ഇതാ പറഞ്ഞ അവര് കൂടുതലും ബസ്സുകാരാണ് ന്യായീകരിക്കണത്. ബസ്സുകാരുടെ ഭാഗത്താണ് അവര്. ഇതിനിടെ ബസ് ഡ്രൈവർക്കെതിരെ നിസ്സാരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നും സ്റ്റേഷൻ ജാമ്യം ലഭിക്കത്തക്ക രീതിയിലുള്ള വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നുമാണ് ആരോപണം. ബസ് ഡ്രൈവറെ ജാമ്യത്തിൽ വിട്ടതായും ഇവർ ആരോപിക്കുന്നു. അതേസമയം സജിമോൻ ബസിന്റെ ചില്ല് തകർത്തു എന്നാരോപിച്ച് മകന്റെ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും കുടുംബം പറഞ്ഞു. സംഭവത്തിൽ നീതി ലഭ്യമാക്കണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മരിച്ച ജോർജിന്റെ ഭാര്യ ജാസ്മിൻ, മകൻ നിയാൽ, അമൽ ജോർജ് എന്നിവർ വ്യക്തമാക്കി. സംഭവത്തിൽ പരാതി നൽകുമെന്നും കുടുംബം പറഞ്ഞു. അവർക്കാണ് പരാതി വന്നപ്പോൾ ഈ മരിച്ച കാര്യത്തിൽ അവർക്ക് ഒരു ഇതുമില്ല. ഒരു ആക്ഷൻ എടുക്കണല്ലോ അവര്. അത് എന്തുകൊണ്ട് എടുക്കാത്തവര്? ഈ ആക്ഷൻ എടുക്കണ്ടേ? മരിച്ചവർക്ക് എന്ത് ചെയ്യും? അത് അയാൾ ഓട്ടോ വിൽക്കാൻ വേണ്ടി പോയ മനുഷ്യനാണത്. ആ സമയത്താണ് ഇത് സംഭവിച്ച കാര്യമാണ്. അപ്പൊ അതിന് ആക്ഷൻ എടുക്കാണ്ട് വണ്ടി തല്ലിപ്പൊളിച്ചതിനാണ് അവര് ആക്ഷൻ എടുത്തത് പോലീസുകാർ. ഈ വീടിന്റെ വാതിക്ക് വന്ന് ഭയങ്കരമായിട്ടും ബലം പ്രയോഗിച്ചാണ് ഇവിടുന്ന് പിള്ളേരെ അടിച്ചിട്ട് പോയേക്കണത്. ഇതിനൊക്കെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുക്കുമോ നിങ്ങൾ? നമുക്ക് വേറെ ഒന്നും ഇപ്പൊ പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അവരോട് തീരുമാനം എടുക്കും. ഈ വീടിന്റെ വാതിക്ക് വന്ന് ഒരു പാവില്ലാത്ത ഒരു വ്യക്തിനെ വലിച്ചുകൊണ്ടുപോയി എന്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കി ഇവിടെ കിടന്നുണ്ട് സ്ത്രീ. ഇതിന്റെ അകത്ത് കയറിട്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ആക്ഷൻ എടുക്കുക? ഞങ്ങൾക്ക് അത്ര പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.